സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമുക്ക് നിത്യജീവിതത്തിൽ ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒക്കെ പ്രയോഗിക്കുന്ന ചില വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ളതാണ്, പക്ഷേ എങ്കിൽ പോലും നമ്മൾ പലപ്പോഴും തെറ്റ് വരുത്താൻ സാധ്യതയുള്ള ചില വാക്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തെറ്റ് വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഏത് ചാപ്റ്ററിലാണ് നമ്മളത് പഠിച്ചതെന്നും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ പോയിട്ട് അത് കാണാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം, ഒരുപാട് പേര് പറഞ്ഞു എൻ്റെ ചാപ്റ്റർ പ്ലേലിസ്റ്റിൽ കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് എന്ന് അടിക്കുക. ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് ചാപ്റ്റർ എന്നതൊന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക. അപ്പോഴും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് ചാപ്റ്റർ 1 എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ 1ാമത്തെ ചാപ്റ്റർ കിട്ടുന്നതാണ്. അതല്ല നിങ്ങൾക്ക് എൻ്റെ 198ാമത്തെ വേണമെങ്കിൽ ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് ചാപ്റ്റർ 198 എന്ന് അടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്ന ഒരു 1000 ലൈക്കാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം ഏതൊക്കെയാണ് വാക്യങ്ങളെന്ന്. എൻ്റെ അച്ഛൻ വീട്ടിൽ എത്തിക്കാണുമായിരിക്കും. ഇപ്പോൾ ഉറപ്പില്ല, എങ്കിലും അതിനുള്ള സാധ്യതയുണ്ട്, അദ്ദേഹം എത്തിക്കഴിഞ്ഞായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കൂട്ടുകാരനോട് പറയുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അടി കിട്ടും അല്ലേ, അച്ഛൻ എത്തിയിട്ടുണ്ടെങ്കിൽ. എങ്ങനെയാണ് ഇത് പറയേണ്ടത്? മൈ ഫാദർ മൈറ്റ് ഹാവ് റീച്ച്ഡ് ഹോം. മൈ ഫാദർ മൈറ്റ് ഹാവ് റീച്ച്ഡ് ഹോം. അപ്പോൾ ഏത് ചാപ്റ്ററിലാണ് നമ്മളിത് പഠിച്ചത്? നമ്മളിത് പഠിച്ചത് ചാപ്റ്റർ 79-ലാണ്. എന്താണ് മൈറ്റ് ഹാവിനെ പറ്റി നമ്മൾ പഠിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം, നമുക്ക് ഒന്നിച്ചൊന്ന് പറഞ്ഞു നോക്കാം. മൈ ഫാദർ മൈറ്റ് ഹാവ് റീച്ച്ഡ് ഹോം. മൈ ഫാദർ മൈറ്റ് ഹാവ് റീച്ച്ഡ് ഹോം. കറക്റ്റ്. ഇനി എൻ്റെ ടീച്ചർ എൻ്റെ മാർക്ക് എൻ്റെ മാതാപിതാക്കളെ അറിയിച്ച് കാണുമായിരിക്കും. അതാണ് സാധ്യത. അങ്ങനെയാണല്ലേ, ലക്ഷണം കൊണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ ഉണ്ടല്ലേ. അപ്പോഴെങ്ങനെയായിരിക്കും പറയുന്നത്? മൈ ടീച്ചർ മൈറ്റ് ഹാവ് ഇൻഫോം മൈ പേരൻസ് അബൌട്ട് മൈ മാർക്സ്. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം, നമുക്ക് ഒന്നിച്ച് പറഞ്ഞു നോക്കാം. മൈ ടീച്ചർ മൈറ്റ് ഹാവ് ഇൻഫോംഡ് മൈ പേരൻസ് അബൌട്ട് മൈ മാർക്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ ഇത് മൈറ്റ് ഹാവ് തന്നെയാണല്ലേ നമ്മൾ പഠിച്ചത് ചാപ്റ്റർ 79-ലാണ്. ഇനി മറ്റു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുവരെയുള്ള ചാപ്റ്റർ കണ്ടിട്ട് നിങ്ങൾ ചാപ്റ്റർ 1 തൊട്ട് തുടങ്ങുക, എങ്കിലേ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇന്ന് വൈകുന്നേരം മഴ പെയ്തേക്കാം, സാധ്യതയുണ്ടല്ലേ, ലക്ഷണം കൊണ്ട് മേഘമുണ്ട്, സാധ്യതകൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? It may rain this evening. It may rain this evening. ഓക്കെ, നമുക്ക് ഒന്നിച്ചൊന്നുകൂടെ പറയാം. It may rain this evening. It may rain this evening. ഇത് ഏത് ചാപ്റ്ററിലാണ് നമ്മൾ പഠിച്ചത്? ഈ മേയെ പറ്റി പഠിച്ചത് ചാപ്റ്റർ 83-ലാണ്. അപ്പോൾ നാളെ ഈ സമയത്ത് ഞാൻ മൂന്നാറിൽ എത്തിക്കഴിഞ്ഞിരിക്കും അല്ലേ. നാളെ ഈ സമയത്ത് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കും. ഇതേതാണല്ലേ? ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ഹാവ് റീച്ച്ഡ് മൂന്നാർ. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ഹാവ് റീച്ച്ഡ് മൂന്നാർ. ഇത് നമ്മൾ പഠിച്ചത് ചാപ്റ്റർ 74-ലാണ്. ഏത് പഠിച്ചത്? ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സംശയം, ഇത്രയും ചാപ്റ്റർ പഠിച്ചതിന് ശേഷമാണോ നമ്മൾ ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് പഠിച്ചതെന്നല്ലേ? കാരണം ഇത് പ്രധാനപ്പെട്ടതല്ലേ. പക്ഷേ ഇതൊക്കെ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന ചില ടെൻസുകളാണ്. നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു 15 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വലിയ അത്യാവശ്യമില്ലാത്തതൊക്കെ കുറച്ച് കഴിഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്കതൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ഹാവ് റീച്ച്ഡ് മൂന്നാർ. By this time tomorrow I will have reached മൂന്നാർ. നീ നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോടൊക്കെ പറയണം, നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണം കേട്ടോ എന്ന് ഞാനൊരു ഉപദേശമായിട്ട് നിങ്ങളോട് പറയണം. കാരണം നിങ്ങളെ നിർബന്ധിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ലല്ലോ അല്ലേ. അതെങ്ങനെ പറയും? ഇപ്പം ഒരു ഉപദേശമാണല്ലേ. ഉപദേശമാകുമ്പോൾ നമുക്ക് യു ഷുഡ് സ്റ്റഡി വെൽ. യു ഷുഡ് സ്റ്റഡി വെൽ. യു ഷുഡ് സ്റ്റഡി വെൽ. ഇത് ചാപ്റ്റർ 25-ലാണ് നമ്മൾ പഠിച്ചത്. 25ാമത്തെ ചാപ്റ്ററിലാണ് ഇത് പഠിച്ചത്. നമുക്കതൊന്നുകൂടെ പറഞ്ഞു നോക്കാം. യു ഷുഡ് സ്റ്റഡി വെൽ. അപ്പോൾ ഷുഡ് മസ്റ്റൊക്കെ നമ്മളിപ്പോൾ നോക്കുന്നുണ്ട്. യു ഷുഡ് ടെൽ ദ ട്രൂത്ത്. ഓക്കെ, നീ സത്യം പറയണം എന്ന് ഞാൻ സ്റ്റുഡൻസിനോടൊക്കെ പറയണം. നിങ്ങൾ സത്യം പറയണം. ഇനി യുവിന് നീയെന്നും നിങ്ങളെന്നുള്ള അർത്ഥമുണ്ടെന്ന് നമ്മൾ ചാപ്റ്റർ 2-ൽ പഠിച്ചതാണ് അല്ലേ. ഇനിയിപ്പോൾ യു മസ്റ്റ് ടെൽ ദ ട്രൂത്ത്. ഓക്കെ, ഇത് രണ്ടിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന്, ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താണ്?
നിങ്ങളോട് പറയണം യു ഷുഡ് ടെൽ ദ ട്രൂത്ത്. നിങ്ങൾ സത്യം പറയണം. യു മസ്റ്റ് ടെൽ ദ ട്രൂത്ത്. ഓക്കെ, ഇത് പോലീസ് ഓഫീസർ പറയുന്നതാണ്. നിങ്ങളെ പോലീസ് പിടിച്ചൊന്ന് കൂട്ടിക്കോ. അപ്പോൾ പോലീസ് പറയുകയാണ് യു മസ്റ്റ് ടെൽ ദ ട്രൂത്ത്. കാരണം എന്താണ്? ഒന്ന് നിർബന്ധത്തെയാണ് കാണിക്കുന്നത്. നിർബന്ധമായിട്ടും ചെയ്യണം എന്നാണ് പറയുന്നത്. മറ്റേത് ഞാൻ നിങ്ങളോട് സത്യം പറയണം എന്ന് പറഞ്ഞാലും നിങ്ങൾ സത്യം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ ഞാൻ പിടിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ മറ്റേതല്ല, ചിലപ്പോൾ നമുക്ക് ഇടി കിട്ടും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച ഏതൊരു ചാപ്റ്ററിലാണ്? ചാപ്റ്റർ 25 തന്നെയാണ് ഷുഡ് മസ്റ്റിനെ പറ്റി നമ്മൾ പഠിച്ചത്. ഞാൻ നിങ്ങളോട് ഇതുപോലെ തന്നെയാണ് യു ഷുഡ് നോട്ട് സ്മോക്ക് സിഗരറ്റ്സ്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയണം നിങ്ങൾ പുകവലിക്കരുത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷെ നിങ്ങൾ കേൾക്കുമില്ല എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ കാര്യമാണ് അല്ലേ. പക്ഷേ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് പറയുകയാണ് യു മസ്റ്റ്ന്റ് സ്മോക്ക് സിഗരറ്റ്. യു മസ്റ്റ്ന്റ് സ്മോക്ക് സിഗരറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ നിർബന്ധമായും സിഗരറ്റ് വലിക്കരുതെന്ന് നിങ്ങളോട് പറയാണ്. അപ്പോൾ നിങ്ങൾ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പിതാവ് കണ്ടു, അദ്ദേഹം നിങ്ങളോട് പറഞ്ഞു നീ സിഗരറ്റ് വലിക്കരുത് അല്ലേ. ഇവിടെ എന്താണ്? ഇതൊരു നിർബന്ധത്തെയാണല്ലേ കാണിക്കുന്നത്. അതായത് നിങ്ങൾ സിഗരറ്റ് വലിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അടി കിട്ടും അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഷുഡ് എന്നുള്ളത് എന്താണ്? അതൊരു നിർബന്ധത്തെ അല്ല കാണിക്കുന്നത്, അതൊരു ഉപദേശമാണ് അല്ലേ. പലരും ഉപദേശം കൊടുക്കാറില്ലേ, അത് ഉപദേശമായിട്ടാണ്. അത് ഒരു കാര്യം ചെയ്യരുത് എന്നുള്ള ഉപദേശമാണ്. എന്താണ്? യു ഷുഡൻറ്റ് സ്മോക്ക് സിഗരറ്റ്. ഓക്കെ, യു ഷുഡൻറ്റ് സ്മോക്ക് സിഗരറ്റ് നമ്മൾ പഠിച്ചവരാണ്. ചാപ്റ്റർ 25 പഠിച്ചവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഇത് മനസ്സിലാകുന്നതാണ് അല്ലേ. നീ എന്നെ ആ സമയത്ത് വിളിക്കേണ്ടതായിരുന്നു. അതായത് എൻ്റെ സുഹൃത്ത് പറഞ്ഞു, അയ്യോ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പൈസ ഇല്ലാതെ നിൽക്കുമായിരുന്നു, വരാൻ ഒരു നിവൃത്തിയുമില്ലായിരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങേണ്ട വന്നു. അപ്പോൾ നീ എന്നെ ആ സമയത്ത് വിളിക്കേണ്ടതല്ലായിരുന്നു, ഞാൻ നിനക്ക് പൈസ അയച്ചു തരാമായിരുന്നല്ലോ, UPI പേ അല്ലെ ഗൂഗിൾ പേ ചെയ്യുമായിരുന്നല്ലോ എന്നൊക്കെയാണല്ലേ. പക്ഷെ നീ എന്നെ വിളിക്കേണ്ടത്, പക്ഷെ വിളിച്ചില്ല എന്നാണ് പറഞ്ഞത് അല്ലേ. വിളിച്ചായിരുന്നെങ്കിൽ അന്നേരം നോക്കാം അല്ലേ. അപ്പോൾ ഇതെങ്ങനെ പറയും? യു ഷുഡ് ഹാവ് കോൾ മീ അറ്റ് ദാറ്റ് ടൈം. യു ഷുഡ് ഹാവ് കോൾ മീ അറ്റ് ദാറ്റ് ടൈം. നീ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ നീ എന്നെ വിളിച്ചില്ലല്ലോ. ഇതെവിടെയാണ് പഠിച്ചത്? ഇത് നമ്മൾ പഠിച്ചത് ചാപ്റ്റർ 79 ഓക്കെ, നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. എങ്ങനെയാണ്? യു ഷുഡ് ഹാവ് കോൾ മീ അറ്റ് ദാറ്റ് ടൈം. യു ഷുഡ് ഹാവ് കോൾ മീ അറ്റ് ദാറ്റ് ടൈം. ഞാനൊരു വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ 3 മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു. അങ്ങനെ ചെയ്യുമായിരുന്നു, അങ്ങനെ അതായിരുന്നു എൻ്റെ ശീലമായിരുന്നു അല്ലേ. അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെയ്യുമായിരുന്നു, ശീലമായിരുന്നു എന്നൊക്കെ എങ്ങനെയാണ്? ഇപ്പം ചെയ്തില്ല കേട്ടോ. ഇപ്പം ഞാൻ രാവിലെ ഒരു 7-7:30 വരെ കിടന്നുറങ്ങും അല്ലേ. പക്ഷേ ഞാൻ അന്ന് അങ്ങനെയായിരുന്നു, 3 മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു. എങ്ങനെ പറയും? ഐ യൂസ് ടു ഗെറ്റ് അപ്പ് അറ്റ് 3 when I was a student. ഓക്കെ, ഇത് ഞാൻ തള്ളിയതൊന്നുമില്ല, ഞാൻ സത്യത്തിൽ എഴുന്നേൽക്കുമായിരുന്നു, അത്ര നേരത്തെ എഴുന്നേൽക്കുമായിരുന്നു. ഇപ്പോൾ ഇത് നമ്മൾ പഠിച്ചത് എവിടെയാണ്? ഇത് നമ്മൾ ചാപ്റ്റർ 58 221 നമ്മൾ പഠിച്ചതാണ്. യൂസ് ടു നമ്മൾ ആദ്യം പഠിച്ചത് 58 പിന്നെ ഇച്ചിരി വിശദമായിട്ട് നമ്മൾ 221 നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. എന്താണ്? ഐ യൂസ് ടു ഗെറ്റ് അപ്പ് അറ്റ് 3 when I was a student. I used to get up at 3 when I was a student. ഞാൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് മരത്തിൽ കയറാൻ അറിയാമായിരുന്നു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ എനിക്കറിയാമായിരുന്നു. അതിൻ്റെ കഴിവിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ, ശീലമല്ല, കഴിവിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കഴിവ് എനിക്കുണ്ടായിരുന്നു, അതാണല്ലോ പറയുന്നത്. അപ്പോഴെന്താണ് അവിടെ പറയുന്നത്? കഴിവ് നമ്മൾ സാധാരണ പറയുന്ന ക്യാനാണ്. അത് അറിയാമായിരുന്നു എന്നുള്ള ഒരു പാസ്റ്റിൽ നമ്മൾ പറയുന്ന കുഡ് ഉപയോഗിച്ചാണ് പറയുന്നത്. അപ്പോഴെങ്ങനെയാണ്? ഐ കുഡ് ക്ലൈംബ് ട്രീസ് വെൻ ഐ വാസ് എ കിഡ്. ഐ കുഡ് ക്ലൈംബ് ട്രീസ് വെൻ ഐ വാസ് എ കിഡ് പഠിച്ച ഈ ചാപ്റ്ററിലാണ്. 2 ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചാണ്. 78 നമ്മൾ പഠിച്ചു. അതിനുശേഷം വളരെ വിശദമായിട്ട് കുഡിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് നമ്മൾ 182 വിശദമായിട്ട് പഠിച്ചത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ. ഐ കുഡ് ക്ലൈംബ് ട്രീസ് വെൻ ഐ വാസ് എ കിഡ്. I could climb trees when I was a kid. അവൻ വിളിച്ചപ്പോൾ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അവൻ വിളിച്ചതും ഞാൻ TV കണ്ടുകൊണ്ടിരുന്നതും ഒക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇതൊക്കെ പാസ്റ്റിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഒന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അന്നേരമാണ് അവൻ വിളിച്ചത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ 2 ടെൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഐ വാസ് വാച്ചിങ് TV when he called me. എന്താണ്? ഐ വാസ് വാച്ചിങ് TV when he called me. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 2 ടെൻസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. ഐ വാസ് വാച്ചിങ് TV. ഇനി when he called me, അത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു പ്രവൃത്തി കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അന്നേരം ഒരു കാര്യം സംഭവിച്ചു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മളിങ്ങനെ 2 ടെൻസും കൂടി ഉപയോഗിക്കാറുണ്ട്. 2 വളരെ സിമ്പിളായിട്ടുള്ള ടെൻസാണ്. നമ്മൾ 7ഉം 9ഉം ചാപ്റ്റർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ വിശദമായിട്ട് മനസ്സിലാകുകയും ചെയ്യും അല്ലേ. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഐ വാസ് വാച്ചിങ് TV when he called me.
I was watching TV when he called me. അവൻ ഞങ്ങളുടെ കൂടെ 1990 മുതൽ ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, 1990 മുതൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ്, ഒരു സമയത്ത് തുടങ്ങി. എന്നാണ് തുടങ്ങിയത്? 1990. പക്ഷേ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അടുത്തന്നെ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഏത് ടെൻസാണ് ഉപയോഗിക്കുന്നത്? കറക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ന് മുതൽ എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? കറക്റ്റ്, സിൻസ് എന്നാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. ഹി ഹാസ് ബീൻ വർക്കിംഗ് വിത്ത് അസ് സിൻസ് 1990. ഓക്കെ, ഹി ഹാസ് ബീൻ വർക്കിംഗ് വിത്ത് അസ്. ഇത് ഏത് ടെൻസാണ്? ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. നമ്മൾ ഇത് പഠിച്ചത് ഏത് ചാപ്റ്ററിലാണ്? 70ലാണ് നമ്മൾ ഇത് പഠിച്ചത്. ഇതും നമ്മൾ 70ൽ പഠിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തുകൊണ്ട് ചാപ്റ്റർ 5ൽ പഠിച്ചില്ല അല്ലെങ്കിൽ 7ൽ പഠിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെൻസൊന്നും അല്ല, സംസാരിക്കാൻ വേണ്ടി വളരെ അത്യാവശ്യമുള്ളതൊന്നുമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി താമസിച്ച് പഠിച്ചത്. ഇനി നമ്മൾ ഫോറും സിൻസും പഠിച്ചതാണ്. ഫോർ എന്നുള്ളത് ഇത്ര കാലമായിട്ട് എന്നുള്ളതാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുന്നത്. സിൻസ് എന്നുള്ളത് എന്ന് മുതൽ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ചാപ്റ്റർ 148ൽ പഠിച്ചതാണ്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ചിലപ്പോൾ ഒരു കടകളുടെയൊക്കെ മുമ്പിൽ സിൻസ് 1948 എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളതാണ്. അന്ന് മുതൽ എന്നുള്ളതാണ് അർത്ഥം അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊന്നൊന്ന് പറഞ്ഞു നോക്കാം. ഹി ഹാസ് ബീൻ വർക്കിംഗ് വിത്ത് ഹാസ് സിൻസ് 1990. ഹി ഹാസ് ബീൻ വർക്കിംഗ് വിത്ത് ഹാസ് സിൻസ് 1990. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും ഷെയർ ചെയ്യുക, അവർക്കും കൂടെ പ്രയോജനം ഉണ്ടാകട്ടെ. മറ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.